നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാളച്ചാലിൽ ഉപ്പുവെള്ളം കയറിയതിൽ പ്രതിക്കൂട്ടിലായി ഗ്രാമപഞ്ചായത്ത്. വെള്ളത്തിൽ ഉപ്പ് കയറാതിരിക്കാൻ സ്ഥിരം തടയണ ഒരുക്കണമെന്ന പൊതു ആവശ്യം പഞ്ചായത്ത് നിരാകരിച്ചതാണ് ഭരണസമിതിക്ക് വിനയായിരിക്കുന്നത്. മാളയിൽ ഉണങ്ങിയ പുല്ലിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. മാള ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിജീവന സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കോൺഗ്രസ് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ സമരം നടത്തി. വാർത്തകൾ വിശദമായി. മാളച്ചാലിൽ ഉപ്പുവെള്ളം കയറിയതിൽ പ്രതിക്കൂട്ടിലായി ഗ്രാമപഞ്ചായത്ത്. വെള്ളത്തിൽ ഉപ്പ് കയറാതിരിക്കാൻ സ്ഥിരം തടയണ ഒരുക്കണമെന്ന പൊതു ആവശ്യം പഞ്ചായത്ത് നിരാകരിച്ചതാണ് ഭരണസമിതിക്ക് വിനയായിരിക്കുന്നത്. പഞ്ചായത്ത് തീരുമാനമെടുക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിൽ ഹർജിയും എത്തിക്കഴിഞ്ഞു. മാളച്ചാലിൽ ഉപ്പുവെള്ളം കയറിയതായി കണ്ടെത്തി. മാള KK റോഡിന് സമീപത്തെ വെള്ളത്തിലാണ് ഉപ്പുവെള്ളം കലർന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ലാബ് പരിശോധനയിലാണ് കണ്ടെത്തൽ. ഉപ്പുവെള്ളം കയറിയതിനു ശേഷമാണ് താൽക്കാലിക തടയണ കെട്ടിയതെന്നും സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം അവഗണിച്ചതിനാൽ ഉത്തരവാദികളായവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. മാളച്ചാലിനോട് ചേർന്ന് കാവനാട്, മാള ടൗൺ, ഗംഗ തിയേറ്റർ പ്രദേശം, പൊയ്യ പഞ്ചായത്തിലെ 3-ാം വാർഡ് പ്രദേശം സഹിതം ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. വേനൽ രൂക്ഷമാകുന്നതോടെ പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം കുറയുമ്പോൾ ഉപ്പുവെള്ളം കയറി കിണറുകൾ മലിനപ്പെടാനും കൃഷി നശിക്കാനും സാധ്യതയേറെയാണ്. ഉപ്പുവെള്ളം കയറിയതോടെ നിലവിൽ ചാലിലെ പായലുകൾ ഉണങ്ങിയ നിലയിലാണ്. മാളച്ചാലിന് സമീപമുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തിൽ പോലും പുറത്തുനിന്നും വെള്ളം കൊണ്ടുവന്നാണ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും വെള്ളം ലഭിക്കാതെ അടച്ചിടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാളച്ചാലിലെ വെള്ളം ഉപ്പ് കയറാതെ ശുദ്ധജലമായി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിന് സമീപം കിണർ കുഴിച്ച് വെള്ളം ഉപയോഗിക്കാമെന്ന കാര്യവും അധികൃതർക്ക് ശ്രമിക്കാവുന്നതാണ്. ഉപ്പുവെള്ളം കയറാതിരിക്കാനും മഴക്കാലത്ത് അധിക വെള്ളം ഒഴുക്കിവിടാനും തടസ്സമായ നിലവിലുള്ള കോൺക്രീറ്റ് കെട്ട് നീക്കം ചെയ്ത് സ്ഥിരം തടയണ നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം നടപ്പാക്കാത്തതിനെതിരെ പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പൊളിച്ചു കളയണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ വർഷക്കാലങ്ങളിലും പെയ്യുന്ന മഴയുടെ കഠിനമായ മഴ പെയ്യുമ്പോൾ 30% വെള്ളം പുറത്തോട്ട് ഒഴുകി പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മാളക്കുളം മുതലുള്ള പരിസര പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ നിലവിലെ കോൺക്രീറ്റ് സ്ലോയ്സിനുള്ളിൽ കമ്പും കോലുമെല്ലാം വെച്ച് ഈ കട്ടയും കല്ലുമെല്ലാം ഇട്ട് അടയ്ക്കുമ്പോൾ ഉപ്പ് കയറുകയാണ്. അപ്പോൾ ഉപ്പ് കയറാതിരിക്കാനായിട്ടാണ് ഇനി അവിടെ കെട്ടണ്ട, പകരം നമുക്ക് ചെളിബണ്ട്, ഒരു ആകെ 3 മീറ്റർ വീതിയുള്ളൊരു തോടാണിത്, അവിടെ ഒരു ചെളിബണ്ട് കെട്ടിയാൽ മതി എന്നുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനം പിന്നീട് വന്ന ഭരണസമിതി നടപ്പിലാക്കിയില്ല. MLA കത്ത് കൊടുത്തു, അതുപോലെ ഞാൻ പരാതി പറഞ്ഞ് ഒരു കത്ത് കൊടുത്തത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടൊന്നും അതൊന്നും അംഗീകരിച്ചില്ല. അതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി പഞ്ചായത്തെടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഒരു ഡയറക്ഷൻ കൊടുത്തു. എന്നിട്ടും മാള ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയില്ല. വീണ്ടും കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്യേണ്ടി വന്നു. ആ സമയത്താണ് മാള ചാൽ നവീകരണ പദ്ധതി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഫയലുമായി കോടതിയിലെത്തുകയും അത് നമ്മളെല്ലാവരും വിശ്വസിച്ചു ഒരു നവീകരണ പദ്ധതി വരുന്നുണ്ടെന്ന്. അത് വെറുമൊരു പേപ്പറായിരുന്നു, ഒരു കാര്യമില്ലാത്ത നടപ്പിലാവാത്തൊരു പദ്ധതിയായിരുന്നു പിന്നീടാണ് മനസ്സിലായത്. മീഡിയ ടൈം. മാളയിൽ ഉണങ്ങിയ പുല്ലിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഒഴിഞ്ഞ പറമ്പിൽ ചൊവ്വാഴ്ച രാവിലെ 11:30യോടെയാണ് സംഭവം. മാള ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വനിതാ വിംഗ് യൂത്ത് വിംഗിന്റെ നിയോജക മണ്ഡലം ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർധനനായ സുഹൈൽ എന്ന യുവാവിന് വീട് നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വനിതാ വിംഗ് യൂത്ത് വിംഗ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കുമാരി അനിത അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തടൻ മുഖ്യാതിഥിയായിരുന്നു. വിനോദ് കക്കറ, പവിത്രൻ KI, നജാഹ്, വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാള മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാള ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമത്തിൽ AA അഷ്റഫ്, NS വിജയൻ, സോയ് കോലഞ്ചേരി, ജിയോ കുടിയൻ, KR പ്രേമ, ഷേർലി ജോയ്, ഷൈനി റാഫേൽ, അഭി പ്രസാദ്, ജിനേഷ്, PR സൈഫുദ്ദീൻ, ജോയ് ചക്കോള, മുഹമ്മദ് ഇക്ബാൽ, ലിയോ കുടിയൻ, സോണി പെട്ടിക്കൽ എന്നിവർ സംസാരിച്ചു. വിഭാഗം ധീരമായ പോരാട്ടത്തിലൂടെ ഓരോ കാലങ്ങളിലും നേടിയെടുത്ത ആനുകൂല്യങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രദർശനമായി ഇപ്പോൾ ആനുകൂല്യത്തിന് വേണ്ടിയുള്ള ഈ സമരത്തെ കളിയാക്കുന്ന ഈ പ്രവണത അതൊരു വിധത്തിലും വെച്ച് പൊറുപ്പിക്കാൻ ജനാധിപത്യ സംവിധാനത്തിൽ സാധ്യമല്ല. ജനാധിപത്യ ഭരണക്രമം മനസ്സ് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന് ഇവരുടെ മുമ്പിൽ മുട്ടുമടക്കാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനൊരു സമരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇല്ല എന്ന് നടിക്കുകയാണ് സർക്കാർ. ഈ സമരത്തെ പുച്ഛമായിട്ടാണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ പുച്ഛമായി കാണുന്ന ഈ സമരം ഓരോ ദിവസവും ചെല്ലുന്തോറും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 25ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വെള്ളാങ്കല്ലൂർ ഏരിയ പ്രതിനിധി സമ്മേളനം നടവരമ്പിൽ നടന്നു. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ നമ്മൾ ശക്തമായി കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അതിന്റെ വിഷയങ്ങൾ വന്നപ്പോഴാണ് സർക്കാർ വഴങ്ങുന്ന രീതിയിലേക്ക് വന്നത്. മാത്രമല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ മുഴുവൻ നമ്മൾ നേരിൽ കണ്ടു. ഇതാണ് സമീപനമെങ്കിൽ ഈ സമീപനം തിരുത്തിയില്ല എങ്കിൽ അപകടമുണ്ടാകും. ഞങ്ങൾക്ക് തിരിച്ചു പറയേണ്ടി വരും. എന്താണ് തിരിച്ചു പറയാ? ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യേണ്ടെന്ന് ഞങ്ങൾ ആളുകളോട് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അങ്ങനെ പച്ചയായി അതിന്റെ നേതാക്കളോട് തുറന്നു പറയാൻ, വെല്ലുവിളിക്കാൻ AKT എന്ന് പറയുന്ന ഈ സംഘടന തയ്യാറാകേണ്ടി വന്നു. ആ ഘട്ടത്തിലാണ് തൊഴിൽ വകുപ്പ് മന്ത്രി നമ്മളെ കാണാനും വിളിച്ചിരുത്തി. ഇതുവരെ നമ്മളെ കാണാൻ കൂട്ടാക്കാത്ത തൊഴിൽ വകുപ്പ് മന്ത്രി നമ്മളെ വിളിച്ചിരുത്തി നമ്മളുമായി വിഷയം ചർച്ച ചെയ്യുകയും നമ്മൾ ഈ വിഷയം ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സന്തോഷം പ്രകടിപ്പിക്കുന്ന രീതിയിൽ എല്ലാ ആളുകൾക്കും നേരത്തെ കിട്ടിയതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിട്ടുള്ള തുകകൾ സീനിയോറിറ്റി അനുസരിച്ച് അവർക്കൊക്കെ എല്ലാ ആളുകൾക്കും വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇനി റിട്ടയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൃത്യമായ തുക കിട്ടുന്ന രീതിയിലേക്ക് ആ സംവിധാനത്തെ മാറ്റിയെടുക്കാൻ പറ്റും. ഏരിയ പ്രസിഡന്റ് നീതു രതീഷ് അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ ആരംഭഘട്ടം മുതൽ മെമ്പർഷിപ്പിലുള്ള ഗിരിജ വല്ലഭനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അനിത റോയ്, മിനി പ്രസന്നൻ, MN പങ്കജാക്ഷൻ, നീതു രതീഷ്, മിനി പ്രസന്നൻ, MN പങ്കജാക്ഷൻ, ലതിക ബ്രിജേഷ്, ശാന്ത CC, ബീജ ബാബു എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളികളെ ESIയിൽ ഉൾപ്പെടുത്തണമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമം തടയണമെന്നും സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മാള ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവ വിളംബരമായി മെഗാ തിരുവാതിരക്കളി, നൃത്താധ്യാപകരെ ആദരിക്കൽ, റോബോട്ടിക് ആന സമർപ്പണം, നാമകരണം എന്നിവ നടന്നു. വോയിസ് ഫോർ ഏഷ്യൻസ് എലിഫന്റ്സ് എന്ന സംഘടനയാണ് ക്ഷേത്രത്തിലേക്ക് റോബോട്ടിക് ആനയെ സമർപ്പിച്ചത്. ശിവശക്തി എന്ന ആനയുടെ നാമകരണം ഡോക്ടർ വിശ്വം ഗോപാൽ K ഗുരുപദം നിർവഹിച്ചു. ഫെബ്രുവരി 26-ന് വൈകിട്ട് ഉത്സവത്തിന് കൊടിയേറും. മാർച്ച് 4 ഭരണി മഹോത്സവം ആഘോഷിക്കും.
സെക്രട്ടേറിയറ്റിന് മുൻപിൽ അതിജീവന സമരം നടത്തുന്ന ആശാവർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജ്വാലാ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് എ മുസമ്മിൽ നേതൃത്വം നൽകി. ഇ സജീവ്, ധർമ്മജൻ വില്ലാടത്ത്, സാബു കണ്ടത്തിൽ, വി മോഹൻദാസ്, പ്രശോഭ അശോകൻ, സലീം അറയ്ക്കൽ, മഹേഷ് ആലിങ്ങൽ, CK റാഫി, MS മുഹമ്മദ് അലി, സക്കീർ, കബീർ കാരുമാത്ര, JB ആലിയാർ, മല്ലിക ആനന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ MH ബഷീർ, K കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിരോധനമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മൾ ഇന്ന് കാണുന്ന 15ാം നാൾ പിന്നിടുന്ന ഈ സമരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആശാവർക്കർമാരെ കുറിച്ച് നേരത്തെ ഗവൺമെന്റ് നേരിട്ട് പണിയുന്ന ഒരു വീടിന് 4 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലുള്ള പശുത്തൊഴുത്തിന് വേണ്ടി 4 ലക്ഷം രൂപ ചെലവാക്കുമ്പോൾ വീടുകൾ മോടി പിടിപ്പിക്കുമ്പോൾ പാവപ്പെട്ട ആശാവർക്കർമാരെ തെരുവിലിട്ട് പമ്മാനമാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മാളച്ചാലിൽ ഉപ്പുവെള്ളം കയറിയതിൽ പ്രതിക്കൂട്ടിലായി ഗ്രാമപഞ്ചായത്ത്. വെള്ളത്തിൽ ഉപ്പ് കയറാതിരിക്കാൻ സ്ഥിരം തടയണ ഒരുക്കണമെന്ന പൊതു ആവശ്യം പഞ്ചായത്ത് നിരാകരിച്ചതാണ് ഭരണസമിതിക്ക് വിനയായിരിക്കുന്നത്. മാളയിൽ ഉണങ്ങിയ പുല്ലിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. മാള ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിജീവന സമരം നടത്തുന്ന ആശാവർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കോൺഗ്രസ് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ സമരം നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.